വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7 സെമസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി? ഗേഷ്യസ് മൊബൈൽ ഫേസ് യൂസ് ചെയ്തുകൊണ്ട് മിക്സ്ചറിനുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഇവിടെ സാമ്പിൾ വേപ്പറൈസ് ചെയ്തിട്ട് ക്രോമാറ്റോഗ്രഫി കോളത്തിൻ്റെ ഹെഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിൻ്റെ ഡെഫിനേഷൻ നോക്കി, ഇറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ യൂസിങ് എ ഗേഷ്യസ് മൊബൈൽ ഫേസ്. രണ്ട് ടൈപ്പാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഉള്ളത്: ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫി ആൻഡ് ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷനറി ഫേസ് സോളിഡും മൊബൈൽ ഫേസ് ഗ്യാസും ആയിരിക്കും. യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് അഡ്സോർപ്ഷൻ. ഇത് ലോ മോളിക്കുലർ വെയ്റ്റ് ഗ്യാസസ് ആയിട്ടുള്ള H2S, CO2, CO പോലെയുള്ള ലോ മോളിക്കുലർ വെയ്റ്റ് ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. റിട്ടൻഷൻ ടൈം ഒരുപാട് കൂടുതലാണ്. ലിക്വിഡ് ഫേസ് യൂസ് ചെയ്യുന്നില്ല. ചെറിയ കോൺസെൻട്രേഷൻ സാമ്പിളിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തത് ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയാണ്, GLC. ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് ലിക്വിഡും മൊബൈൽ ഫേസ് ഗ്യാസും ആണ്. പ്രിൻസിപ്പിളാണ് പാർട്ടീഷൻ. ഇത് എല്ലാ വോളറ്റൈൽ കോമ്പണൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. GSCനെ കമ്പയർ ചെയ്യുമ്പോൾ GLC ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫീനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയാണ് കൂടുതലും കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതിന് ലാർജർ സാമ്പിൾ കോൺസെൻട്രേഷൻസിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫിയും ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയും ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. അടുത്തത് ക്രൈറ്റീരിയ ഫോർ കോമ്പൗണ്ട്സ് അനലൈസ്ഡ് ബൈ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി വഴി അനലൈസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? കോമ്പൗണ്ട് വോളറ്റൈൽ ആയിരിക്കണം, തെർമലി സ്റ്റേബിൾ ആയിരിക്കണം. ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ. ഇനി അഡ്വാൻറ്റേജസ്. ഈ ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് സെപ്പറേഷൻ പവറാണുള്ളത്, ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, ഗുഡ് പ്രിസിഷനും ആക്യുറസിയാണ്, ഷോർട്ട് അനാലിസിസ് ടൈം, ലോ കോസ്റ്റ്, റൂട്ടീൻ അനാലിസിസിന് സ്യൂട്ടബിൾ ആണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി ഗ്യാസ് ക്രോമാറ്റോഗ്രഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1952 ജോൺ പോർട്ടർ മാർട്ടിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു രീതിക്ക് നമ്മൾ ഹിസ്റ്ററി നോക്കിയതാണ്. അടുത്തത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ മെക്കാനിസം ആണ്. അപ്പോൾ ഇതിന് 5 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി നടക്കുന്നത്. ഫസ്റ്റ് വൺ, സാമ്പിൾ ഇഞ്ചെക്ഷൻ. സാമ്പിളിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ വേപ്പറൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് കാരിയർ ഗ്യാസ് ഫ്ലോ. വേപ്പറൈസ് ചെയ്തിട്ടുള്ള സാമ്പിളിനെ കോളത്തിലൂടെ ഇനേർട്ട് കാരിയർ ഗ്യാസിൻ്റെ ഹെൽപ്പോടുകൂടി ക്യാരി ചെയ്യുന്നുണ്ട്. അടുത്തത് സെപ്പറേഷൻ ഇൻ കോളം. കോളത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? സെപ്പറേഷൻ നടക്കും. അങ്ങനെ കമ്പോണൻസ് ഈ കോളത്തിൽ വെച്ചിട്ട് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ, ആ സ്റ്റേഷനറി ഫേസിനോടും മൊബൈൽ ഫേസിനോടുമുള്ള ഇൻട്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് കോളത്തിലുള്ള കമ്പോണൻസ് തമ്മിൽ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. മൊബൈൽ ഫേസ് ആയിട്ട് ഇവിടെ കാരിയർ ഗ്യാസും സ്റ്റേഷനറി ഫേസുമായിട്ട് ആ ഒരു സോളിഡ് അല്ലെങ്കിൽ സോളിഡിൽ കോട്ട് ചെയ്തിട്ടുള്ള ലിക്വിഡാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് കോമ്പണൻസ് ഈ കോളത്തിൽ നിന്ന് ലീവ് ചെയ്തിട്ട് പീക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിട്ടൻഷൻ ടൈം ഉണ്ട്. അതാണ് ഒരു കോമ്പൗണ്ട് ഐഡൻറ്റിറ്റി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പീക്സ് ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് പീക്ക് ഉണ്ട് അത്ര നമ്പർ ഓഫ് കമ്പോണൻസ് ആണ് ഉള്ളത്. ആ പീക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് കോമ്പൗണ്ടിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെക്കാനിസം ഓഫ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ആദ്യം നടക്കുന്നത് എന്താണ്? ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ പെട്ടെന്ന് പറയാം. അതായത് സാമ്പിൾ ആദ്യം ഇഞ്ചെക്ട് ചെയ്യുക, വേപ്പറൈസ് ചെയ്യുക. അതിനുശേഷം വേപ്പറൈസ് ചെയ്തിട്ടുള്ള സാമ്പിളിനെ കോളത്തിലൂടെ ഇനേർട്ട് കാരിയർ ഗ്യാസിൻ്റെ കൂടെ ക്യാരി ചെയ്യും. അവിടുന്ന് ഈ കോമ്പണൻസ് ഈ സ്റ്റേഷനറി ഫേസിനോടും മൊബൈൽ ഫേസിനോടുമുള്ള ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് കോളത്തിൽ വെച്ചിട്ട് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. അവിടെ മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുക കാരിയർ ഗ്യാസും സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സോളിഡോ അല്ലെങ്കിൽ സോളിഡിൽ കോട്ട് ചെയ്തിട്ടുള്ള ലിക്വിഡോ ആയിരിക്കും. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസിനെ ആ കോളത്തിൽ നിന്ന് ലീവ് ചെയ്തിട്ട് അതിനെ പീക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. റിട്ടൻഷൻ ടൈമാണ് കോമ്പൗണ്ട് ഐഡൻറ്റിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പീക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. അതേപോലെ പീക്ക് ഏരിയ, കോൺസെൻട്രേഷൻ ഓഫ്
ഓഫ് കോമ്പൗണ്ടിനോട് പ്രപ്പോർഷണൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിസം ഓഫ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറയുന്നത്. അടുത്തത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നിർബന്ധമായിട്ട് വരച്ചിരിക്കേണ്ട ഫിഗറാണ്. ആദ്യം എന്താണ്, ഒരു കാരിയർ ഗ്യാസ് റിസർവോയർ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഗ്യാസ് ഫ്ലോ റെഗുലേറ്റർ ഉണ്ട്. ഫ്ലോ റെഗുലേറ്റർ ആൻഡ് ഫ്ലോ മീറ്റർ ആണ്. അതിനുശേഷം എന്താണ്, ഇവിടെ സാമ്പിളിംഗ് യൂണിറ്റ് ഉണ്ട്. കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പിളിംഗ് യൂണിറ്റും ഇഞ്ചക്ഷൻ ഡിവൈസും ഉണ്ട്. ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഡിവൈസ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ട്. കോളം ഉണ്ട്. കോളം കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസും ഡിറ്റക്ടർ ഉണ്ട്. അതിനുശേഷം എന്താണ്, റെക്കോർഡർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്, കാരിയർ ഗ്യാസ് റിസർവോയർ. എന്തിനു വേണ്ടിയിട്ടാണ്? കാരിയർ ഗ്യാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ കാരിയർ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇനേർട്ട് ആയിരിക്കണം, ഡിറ്റക്ടറിന് സ്യൂട്ടബിൾ ആയിരിക്കണം, ഹൈ പ്യൂരിറ്റി ആയിരിക്കണം അതിന് ഉണ്ടാവേണ്ടത്, ഈസിലി അവൈലബിൾ ആയിരിക്കണം, കോസ്റ്റ് കുറവായിരിക്കണം, നോൺ ഇൻഫ്ലേമബിൾ അല്ലെങ്കിൽ ഫയർ റിസ്ക് കോസ് ചെയ്യാൻ പാടില്ല, ബെസ്റ്റ് കോളം പെർഫോമൻസ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ കാരിയർ ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അതിൽ ഹൈഡ്രജനാണ് ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അതൊരു ലിമിറ്റേഷനാണ്. ഹീലിയം എന്ന് പറഞ്ഞാൽ അതിന് എക്സലൻറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിന് സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ ഗ്യാസ് എന്ന് പറയണത്. അടുത്തത് നമ്മളിവിടെ പറഞ്ഞത് എന്താ, ഫ്ലോ റെഗുലേറ്റേഴ്സ് ആൻഡ് ഫ്ലോ മീറ്റേഴ്സ് ആണ്. ഫ്ലോ റെഗുലേറ്റേഴ്സ് ആൻഡ് ഫ്ലോ മീറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? കാരിയർ ഗ്യാസിനെ ഒരു യൂണിഫോം പ്രഷറിൽ അല്ലെങ്കിൽ ഫ്ലോ റേറ്റിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലോ മീറ്റേഴ്സ് ഉള്ളത്. ഫ്ലോ മീറ്റേഴ്സിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടാമീറ്ററും ഉണ്ട്, സോപ്പ് ബബിൾ മീറ്ററും ഉണ്ട്. റോട്ടാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഇൻലെറ്റിന് മുൻപായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതിനൊരു ഗ്യാസ് ട്യൂബ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ഫ്ലോട്ടും ഒരു സ്പ്രിങ്ങിൽ ഇങ്ങനെ ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഫ്ലോട്ട് പൊസിഷനാണ് ഫ്ലോ റേറ്റ് ഓഫ് കാരിയർ ഗ്യാസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് റോട്ടാമീറ്ററിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അടുത്തത് സോപ്പ് ബബിൾ മീറ്റർ ആണ്. സോപ്പ് ബബിൾ മീറ്റർ എന്ന് പറഞ്ഞാൽ റോട്ടാമീറ്ററിനോട് സിമിലർ ആയിരിക്കും. അവിടെ ഫ്ലോട്ടിന് പകരം റോട്ടാമീറ്ററിൽ ഒരു ഫ്ലോട്ട് ഇങ്ങനെ സ്പ്രിങ്ങിൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സോപ്പ് ബബിൾ മീറ്ററിന് ഈ ഫ്ലോട്ടിന് പകരം ഒരു സോപ്പ് ബബിളാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മൂവ്മെൻ്റ് ആണ് എന്ത്, ഫ്ലോ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സോപ്പ് ഫിലിം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് സോപ്പ് ബബിൾ മീറ്ററിൻ്റെ ഫിഗറാണ്, ഇത് റോട്ടാമീറ്ററിൻ്റെ ഫിഗറാണ്. രണ്ട് ഫിഗറും വരയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫ്ലോ റെഗുലേറ്റേഴ്സ് ആൻഡ് ഫ്ലോ മീറ്റേഴ്സ്. അടുത്തത് സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. സാമ്പിളിംഗ് യൂണിറ്റ് കോളം ഹെഡിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് സാമ്പിൾ കോളത്തിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് വേപ്പറൈസ് ആയിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമ്പിളിംഗ് യൂണിറ്റ് ഉള്ളത്. ടെമ്പറേച്ചർ 20 to 25 ഡിഗ്രി സെൽഷ്യസിൽ എബവ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സാമ്പിളിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ ഇൻട്രൊഡക്ഷൻ. ഗേഷ്യസ് സാമ്പിൾ ആണെങ്കിൽ, അതായത് ഗ്യാസ് ആയിട്ടുള്ള സാമ്പിൾ ആണെങ്കിൽ ഒരു ഗ്യാസ് ടൈപ്പ് ഹൈപ്പോഡെർമിക് സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് 0.5 to 10 ml കപ്പാസിറ്റി ആണുള്ളത്. ലിക്വിഡ് സാമ്പിൾസ് ആണെങ്കിൽ ഒരു മൈക്രോ സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഗ്യാസ് ആണെങ്കിൽ വാൾവ് ഡിവൈസസും, ലിക്വിഡ് ആണെങ്കിൽ ലൂപ്പ് അല്ലെങ്കിൽ സെപ്റ്റം ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഇനി സാമ്പിളിംഗ് ടെക്നിക്കാണ്. അപ്പോൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോളം ഹെഡിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് സാമ്പിൾ കോളത്തിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് വേപ്പറൈസ് ആയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അവിടെ ടെമ്പറേച്ചർ ആയിട്ട് 20 to 50 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് സാമ്പിൾസ് ആണെങ്കിൽ ടൈറ്റ് ഹൈപ്പോഡെർമിക് സിറിഞ്ച് യൂസ് ചെയ്യും. ലിക്വിഡ് സാമ്പിൾസ് ആണെങ്കിൽ മൈക്രോ സിറിഞ്ചും യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് അടുത്തത് നോക്കുന്നത്. 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. 2 ടൈപ്പ് നമ്മളിവിടെ പറയുന്നു. ഹെഡ് സ്പേസ് സാമ്പിളിംഗ് ഉണ്ട്, പർജൻ ട്രാപ്പും ഉണ്ട്. ഹെഡ് സ്പേസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ അനലൈറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സോളിഡ് ഓർ ലിക്വിഡ് സാമ്പിൾസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്കും ഉണ്ട്. റെസിഡ്വൽ സോൾവെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കോസ്മെറ്റിക്സിലെ ഫ്രാഗ്രൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് അല്ലെങ്കിൽ യൂറിനിലെ ആൽക്കഹോൾസിന് ഒക്കെ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഹെഡ് സ്പേസ് സാമ്പിളിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇതിൽ മിനിമൽ ആയിട്ടുള്ള സാമ്പിൾ പ്രിപ്പറേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഗ്ലാസ് വയൽസ്, അതിന് സെപ്റ്റിംഗ് ക്രിം ക്യാപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെഡ് സ്പേസ് സാമ്പിളിംഗ്. അടുത്തത്
പേർജൻ ട്രാപ്പ് ആണ്. പേർജൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അനാലിസിസിന് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സാമ്പിളിലൂടെ ഒരു കാരിയർ ഗ്യാസ് ബബിൾ ചെയ്യുന്നുണ്ട്. വോളറ്റൈൽസ് ഒക്കെ അഡ്സോർബൻ 10x GCയിലാണ് ട്രാപ്പ് ചെയ്യുന്നത്. ഈ 10x GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറസ് പോളിമർ ആണ്. അതായത് 2,6-ഡൈഫിനാൽ ഫെനിലിൻ ഓക്സൈഡ് ആണ്. അതിനൊരു 11 സെൻറ്റിമീറ്റർ ട്യൂബാണ് ഉള്ളത്. ഈ ട്രാപ്ഡ് വോളറ്റൈൽസ് ഒക്കെ GC കോളത്തിലോട്ട് തെർമലി ഡീസോപ്പ് ചെയ്യുന്നുണ്ട്. സാമ്പിളിനെ അനാലിസിസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യാവുന്നതാണ്. ഡീസോപ്ഡ് ആയിട്ടുള്ള വോളറ്റൈൽസ് ആദ്യം പ്രീ കോളത്തിലോട്ട് എൻട്രി ചെയ്യും, പിന്നീട് GC കോളത്തിലോട്ട് അത് എൻട്രി ചെയ്യുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ ഈ ഡ്രൈ ഐസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് അനാലിസിസ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് പർജൻ ട്രാപ്പിൽ പറയുന്നത്. അടുത്തത് പൈറോലിസിസ് ആണ്. പൈറോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് റബ്ബർ, പോളിമർ, പെയിൻറ്റ്, ഫിലിം, റെസിൻ, സോയിൽ, കോൾസിൻ്റെ കേസിലൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇവിടെ വോളറ്റൈൽ ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് GC കോളത്തിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് സ്റ്റെബിലിറ്റീൻ്റെയും തെർമൽ ഡീകമ്പോസിഷൻ്റെയും സ്റ്റഡിക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇവിടെ ക്രൊമാറ്റോഗ്രാമിലുള്ള പീക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ടൈപ്സ്, ക്രൈറ്റീരിയ ഫോർ കോമ്പൗണ്ട്സ് അനലൈസ്ഡ് ബൈ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, അതിൻ്റെ അഡ്വാൻറ്റേജസും, പിന്നെ ജോൺ പോർട്ടർ മാർട്ടിൻ ആണ് 1952 ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്നറിയപ്പെടുന്നത്. അടുത്തത് മെക്കാനിസം ഓഫ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി നമ്മൾ നോക്കി. ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിൽ കാരിയർ ഗ്യാസ് റിസർവോയർ, ഫ്ലോ റെഗുലേറ്റേഴ്സ് ആൻഡ് ഫ്ലോ മീറ്റേഴ്സ്, സാമ്പിളിംഗ് യൂണിറ്റ്, ഇഞ്ചക്ഷൻ ഡിവൈസ്, കോളം, ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ്, ഡിറ്റക്ടർ, റെക്കോർഡർ ആൻഡ് ഇൻ്റഗ്രേറ്റേഴ്സ് ആണുള്ളത്. അതിൽ നമ്മൾ കാരിയർ ഗ്യാസ് റിസർവോയറും കാരിയർ ഗ്യാസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഫ്ലോ റെഗുലേറ്റേഴ്സും ഫ്ലോ മീറ്റേഴ്സും അതിൽ തന്നെ 2 ടൈപ്പ്, റോട്ടാമീറ്റർ ഉണ്ട്, സോപ്പ് ബബിൾ മീറ്റർ ഉണ്ട്. അത് 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. അത് സാമ്പിളിംഗ് യൂണിറ്റുകൾ നോക്കി, സാമ്പിൾസിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി, സാമ്പിളിംഗ് ടെക്നിക്സ് നോക്കി. സാമ്പിളിംഗ് ടെക്നിക്സ് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. പിന്നെ അതിൽ തന്നെ ഹെഡ് സ്പേസ് സാമ്പിളിംഗ് ഉണ്ട്, പേർജൻ ട്രാപ്പ് ഉണ്ട്, പൈറോളിസിസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇതിൻ്റെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ, അതായത് ഇഞ്ചക്ഷൻ, കോളം, ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ്, ഡിറ്റക്ടർ, റെക്കോർഡർ ആൻഡ് ഇൻ്റഗ്രേറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.